everyone, it's me Rahul. Welcome to my FX my YouTube channel. സോ നമുക്ക് നിഫ്റ്റിയുടെ മാർക്കറ്റ് അനാലിസിലോട്ട് പോകാം. അതിന് മുന്നേ ഇന്ന് നമ്മൾ എങ്ങനെ ട്രേഡ് ചെയ്ത് ഇന്ന് നമ്മുടെ ലോജിക്ക് എങ്ങനെയാണ് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, സോ നമുക്ക് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ആദ്യം മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഈ റേഞ്ചിൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് ആദ്യം മുകളിലോട്ട് പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ നോക്കി വെക്കുക. എന്നിട്ട് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് ടാപ്പ് ചെയ്യുമ്പം അവിടുന്ന് ഡേ ഹൈയിലോട്ട് ട്രേഡ് എടുക്കുക. ഓക്കെ, ഈ ട്രേഡാണത്. മാർക്കറ്റ് മുകളിലോട്ട് പോയി ഈ റെഡ് ക്യാനിൽ വന്ന് ടാപ്പ് ചെയ്തു, അവിടുന്ന് മുകളിലോട്ട് കയറിപ്പോയി. ഓക്കെ, സോ ഇറ്റ് വാസ് അവർ ഫസ്റ്റ് ട്രേഡ്. സെക്കൻഡ് ട്രേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മാർക്കറ്റിൻ്റെ വലിയൊരു സെല്ലിംഗ് സോണാണ്. സോ ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ വരച്ചിട്ടുണ്ട്, നോക്കിയാൽ അറിയാം. വലിയൊരു സെല്ലിംഗ് സോണാണ്. ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വീഴുകയാണെങ്കിൽ നമുക്ക് താഴോട്ടും ഒരു ട്രേഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെറിയ പോയിൻറ്റ്സിൻ്റെ 2 ട്രേഡ്സ് വന്നിട്ടുണ്ട്. ബട്ട് ഓൾ ഓവർ മാർക്കറ്റ് ഒരു റേഞ്ച് ബോർഡ് മാർക്കറ്റായിരുന്നു. അതിന് മാർക്കറ്റിൽ വലിയ മൊമെൻറ്റം ഇല്ലായിരുന്നു. കാരണം ഇന്ന് മാർക്കറ്റിൻ്റെ എക്സ്പയറി ഡേയും കൂടിയായിരുന്നു. ഓക്കെ, സോ അതാണ് മാർക്കറ്റിൽ ഇന്ന് ടോട്ടലി സംഭവിച്ചിട്ടുള്ളത്. സോ നാളെ നമ്മുടെ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്റ്റിൽ ഇപ്പോൾ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റാണ്. ആൻഡ് ഇന്ന് നമ്മുടെ ഡേ ക്യാൻഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡേ ക്യാൻഡിൽ ഇന്ന് നമ്മൾ ജസ്റ്റ് ഡേ ക്യാൻഡിൽ ചെക്ക് ചെയ്താൽ ഡേ ക്യാൻഡിൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്, താഴോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ഗ്രീൻ കളർ ആണെങ്കിലും ഇതൊരു നെഗറ്റീവ് ക്യാൻഡിലാണ്, ഇൻവേർട്ടർ ഹാമർ ക്യാൻഡിൽ. സോ ഇതിൻ്റെ ലോ അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്യാൻഡിലിൻ്റെ ലോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് അതിൻ്റെ ലോ ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലോ 24,950 ഈ ഒരു ഏരിയ ഇത് മാർക്കറ്റിൻ്റെ കഴിഞ്ഞ വട്ടവും ഇവിടുന്നാണ് വലിയ സെല്ലിങ് വന്നിട്ടുള്ളത്. സോ ഈ ലോ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇത് രാവിലെ വന്ന് മാർക്കറ്റ് ഇത് ഈ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറാൻ ഇങ്ങനെ ശ്രദ്ധിക്കണം. നിങ്ങൾ തിരിച്ച് കയറാൻ മാർക്കറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യരുത്. ബട്ട് തിരിച്ച് കയറുമ്പം ഈ ഏരിയയിൽ 24,970 950 ഈ ഏരിയയിൽ മാർക്കറ്റിന് റിജക്ഷൻ കാണിച്ച് വീണ്ടും മാർക്കറ്റ് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോ വരെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മാർക്കറ്റ് ഈ ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെയാണ്. ഡേ ലോ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് കയറാൻ ശ്രമിക്കണം, തിരിച്ച് മുകളിലോട്ട് കയറാൻ ശ്രമിക്കണം. അപ്പം ഈ ഒരു ഏരിയ മാർക്കറ്റിന് റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യണം. ഓക്കെ, റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വീഴുമ്പം ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഈ ലോ വരെ ട്രേഡ് ചെയ്യാം. ഈ ലോ ബ്രേക്ക് ചെയ്തതിൽ നെക്സ്റ്റ് ഗ്യാപ്പ് ഫില്ലിംഗ് വരെ നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, അതെല്ലാം മാർക്കറ്റ് ഇവിടെ തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് നിൽക്കുക. ഓക്കെ, ഇവിടെ തന്നെ ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ താഴോട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, താഴോട്ട് ട്രേഡ് ചെയ്യുക. അതെല്ലാം മാർക്കറ്റ് നാളെ രാവിലെ തന്നെ ഒരു ബിഗ് ക്യാൻഡിൽ ഉണ്ടാക്കി ഈ ഹൈയുടെ മുകളിൽ പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ബിഗ് ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് ഈ ഹൈഡിൻ്റെ മുകളിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക തിരിച്ച് മാർക്കറ്റ് വരാൻ. എന്നിട്ട് ഈ ഹൈ മാർക്കറ്റിൽ സപ്പോർട്ട് അറ്റാക്ക് ചെയ്തിട്ട്, അതായത് ഇവിടെ മാർക്കറ്റ് സപ്പോർട്ട് അറ്റാക്ക് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് പോകാണ്ട് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഫസ്റ്റ് മൊമെൻറ്റത്തിൽ കയറി ട്രേഡ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഫസ്റ്റ് മൊമെൻറ്റം ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഈക്വൽ ഹൈസ് ആണ്. ഇവിടെ ലിക്വിഡിറ്റീസ് ഉണ്ട്, മാർക്കറ്റിന് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ട്. സോ മാർക്കറ്റ് നേരെ പോയി ഈ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് തിരിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് തന്നെ കയറും. അപ്പോൾ നമുക്ക് ലോസ് വരും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് മൊമെൻറ്റം മാർക്കറ്റ് മുകളിലോട്ട് നല്ല സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ അതിൽ ട്രേഡ് ചെയ്യരുത്. വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഈ മാർക്കറ്റ് ഈ മൊമെൻറ്റം കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്നിട്ട് മാർക്കറ്റ് പുൾ ബാക്ക് ഇറട്ടെ. പുൾ ബാക്ക് ചെയ്തിട്ട് ഈ ഏരിയയിൽ വന്ന് മാർക്കറ്റ് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബൈ ഓൺ ദ ഡിപ്സ് ഇവിടുന്ന് ചെയ്യാം. ഓക്കെ, ബൈ ഓൺ ദ ഡിപ്സ്. സോ ഫസ്റ്റ് പ്ലാൻ മനസ്സിലാക്കി വിചാരിക്കുന്നു. മാർക്കറ്റ് ഈ പ്ലാൻ തന്നെ ഇവിടെ മാർക്കറ്റിന് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. മാർക്കറ്റ് നേരെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകണമെങ്കിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് ഇതിലോട്ട് കയറി നമുക്ക് ലോസ് വരും. സോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് തിരിച്ച് വന്നിട്ട് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ട് വരട്ടെ. ഓക്കെ, സോ ഇത് രണ്ട് മൊമെൻറ്റ്. അതെല്ലാം മാർക്കറ്റ് ഇവിടെ തന്നെ കൺസോൾഡേറ്റ് ചെയ്ത് നിന്നിട്ട് ചെയ്തിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ട്രേഡ്. ഓക്കെ, ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് താഴെ ട്രേഡ് ചെയ്യാം. സോ അതിനെന്താണ് ഇതേപോലെ കൺസോൾട്ടേഷൻ വേണം കേട്ടോ. മാർക്കറ്റ് വന്നിട്ട് ഇവിടെ നിന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി. അപ്പോൾ നമുക്ക് വെരി ഈസി ട്രേഡാണ് മുകളിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേപോലെ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഈ ഏരിയയിൽ വന്നിട്ട് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്തു. അതേപോലെ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യുമ്പം ഇറ്റ്സ് ഈസി, നമുക്ക് പെട്ടെന്ന് ട്രേഡ് ചെയ്യാം. ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് സൈഡ് വേസിൽ പോയിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ബ്രേക്ക് ഔട്ട് ട്രേഡ് തന്നെ എടുക്കാം. അതേപോലെ തന്നെ മാർക്കറ്റ് ഇവിടുന്ന് മൂവ് ചെയ്തു, സെയിം മൊമെൻറ്റ് തന്നെ ഇവിടുന്ന് മൂവ് ചെയ്തു,
മാർക്കറ്റ് ഈ ഇവിടെ വന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു എന്നിട്ട് ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ വെരി ഈസി ട്രേഡ് മുകളിലോട്ട് ഈ ബ്രേക്കൗട്ട് തന്നെ ട്രേഡ് എടുക്കാം. സോ സിംഗിൾ മൊമെൻറ്റത്തിലുള്ള ട്രേഡ് എടുക്കരുത്. സിംഗിൾ ക്യാനിൽ ബ്രേക്ക് ചെയ്യുന്ന ട്രേഡ്സ്, സിംഗിൾ ക്യാനിൽ ബ്രേക്ക് ചെയ്യുന്ന ഈ 2 ട്രേഡ്സും എടുക്കരുത്. സോ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. സോ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ചെറിയ സ്കാൽപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാം. ബട്ട് ഞാനങ്ങനെ ചെയ്യാറില്ല, കാരണം ഞാൻ ഡയറക്ഷണൽ ട്രേഡാണ് കൂടുതലും ചെയ്യാറില്ല. സോ ഇത് നമ്മുടെ എന്താണ്, നോ ട്രേഡിംഗ് സോൺ. ഇത് നമ്മുടെ നോ ട്രേഡിംഗ് സോണാണ്. ഓക്കെ. സോ ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ വലിയ ഡാറ്റ ഒന്നും മാർക്കറ്റിൽ അവൈലബിൾ ഇല്ല. ഇവിടെ നമുക്ക് എപ്പോഴും ഉള്ള പോലെ നമുക്കിവിടെ ബ്ലോക്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം കാണുന്നില്ല. ഓക്കെ. സോ നമുക്ക് അപ്പം മാർക്കറ്റിൽ പറയാൻ വേണ്ടിയുള്ള ഡാറ്റാസ് ഒന്നും ഈ ഏരിയയിലില്ല എനിക്ക്. നിങ്ങൾക്ക് എല്ലോട്ടം കാണിച്ചിരുന്ന പോലെ. സോ നോർമൽ പ്രൈസ് ആക്ഷൻ ആണ് ഇവിടെ മെയിനായിട്ടുള്ളത്. സോ മനസ്സിലാക്കി വിചാരിക്കുന്നു. കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ട്, ബ്രേക്കൗട്ട് റീടെസ്റ്റ്, ബ്രേക്കൗട്ട് റീടെസ്റ്റ്, കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ട്. സോ ഇതാണ് നമ്മുടെ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചാനൽ. താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്.